Afternoon all. Afternoon. Okay. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Okay, good afternoon. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? രമ്യമിന്റെയാണ് ക്ലാസ്. ചെറിയ കൃഷിയൊക്കെ ഉള്ള കാരണം കൊണ്ടാണ്. നിങ്ങളൊന്ന് സഹകരിക്കാം. ആക്ച്വലി ഉള്ള അവേഴ്സ് ഒക്കെ തന്നെ എന്റെ എന്താ പറയാ ലാസ്റ്റ് ഫ്രൈഡേ ഒക്കെ തന്നെയാണ് എന്റെ അവേഴ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു ചേഞ്ചസ് ഇപ്പൊ പ്രത്യേകത കൊണ്ടാണ് ഞങ്ങൾ മാറിക്കേറുന്നത്. കുഴപ്പമില്ലല്ലോ. നമ്മുടെ ചാപ്റ്റർ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാവരും ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ മ്യൂട്ട് ചെയ്തൊക്കെ. Different departments in the page. Ashwat വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുവരെ വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മള് സ്ക്രീനില് നമുക്ക് സ്ക്രോൾ ചെയ്യണമെങ്കിൽ മെയിൻ ഷീറ്റിൽ വന്നിട്ടാണ് സ്ക്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മെസ്സേജസ് ഇടയ്ക്ക് ഞങ്ങളെന്തായാലും വായിക്കാൻ പറ്റിയിരുന്നു. ഇവിടേക്ക് വന്നാലാണ്, ഈ ഷീറ്റിലേക്ക് വന്നാലാണ് നിങ്ങളുടെ മെസ്സേജുകൾ കാണാൻ പറ്റുന്നത്. നമ്മുടെ ക്ലാസ് കേൾക്കുമ്പോൾ മെയിൻലി ഇത് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്താണ്. സോ മെസ്സേജസ് കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇടയ്ക്ക് ഞങ്ങൾക്ക് അപ്പൊ തന്നെ മെസ്സേജസ് നോക്കാനായിട്ട് അവസരമുണ്ട്. ഇൻ കേസ് മെസ്സേജസ് കണ്ടിട്ടായെങ്കിൽ ഒന്നുകൂടി ഓർക്കും. മെസ്സേജസ് റിപ്ലൈ തരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. മെസ്സേജസ് എങ്ങാനും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മെസ്സേജസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കാർഡിയോളജി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തതില് ജസ്റ്റ് നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കട്ടെ. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഡയഗ്നോസ്റ്റിക് ഇൻഫോർമേറ്റീവ് ആയിട്ടൊക്കെ നമുക്കറിയാം. ആ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ പെടുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാത്തരം ഡിപ്പാർട്ട്മെന്റിന്റെയും സേവനം ഏതൊരു പേഷ്യന്റിനും ആവശ്യമായിട്ട് വരും. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്, ഫിനാൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട അവരുടെ എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സോ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഡിസ്കസ് ചെയ്തു. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോകുന്ന മാതിരി തന്നെ ഓരോ ചാപ്റ്റേഴ്സിലും ഇത് വൈഡ്ലി പറഞ്ഞു പോകുന്നത് കൊണ്ട് ജസ്റ്റ് ഇപ്പൊ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. മിക്ക ചാപ്റ്റേഴ്സും നമ്മള് ടീച്ചേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഹെൽത്ത് കെയർ സിസ്റ്റം ഒക്കെ എടുത്തില്ലേ? ഹോസ്പിറ്റല്, ഇൻട്രൊഡക്ഷൻ, ഹെൽത്ത് കെയർ സിസ്റ്റം ഒക്കെ
ഓക്കെ, ചെറിയ തോതിലെങ്കിലും ഞാൻ ചില പോയിന്റ്സുകളൊക്കെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മെഡിസിനെ കുറിച്ചിട്ടൊക്കെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലൊക്കെ രീതിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? അതിനെ കിട്ടി കാണുമായിരിക്കും. കേട്ട് കിട്ടിയില്ലെങ്കിലൊക്കെ ചോദിച്ചോളൂ കേട്ടോ. നമുക്കറിയാം, നിങ്ങൾ അറിയേണ്ടവരാണ്, സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾക്ക് ഏതൊക്കെ കൂടുതൽ അറിയേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം ഇന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെ വരുന്നുണ്ടെന്ന്, പക്ഷെ ആക്ച്വലി നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അറിവുണ്ടാവില്ല. സോ ചെറുതായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് എന്തായാലും നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ അത് ഇലാബറേറ്റ് പറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, എനിവേ നമുക്ക് മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ച് മനസ്സിലാക്കി തന്നെ പോവാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു ചെറിയ മിസ്റ്റേക്ക് മോക്ക് ടെസ്റ്റ് വന്നായിരുന്നു, ഒരു ഓപ്ഷൻ മാറിപ്പോയിരുന്നു. അത് നോട്ടിഫൈ ചെയ്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കറക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്തെങ്കിലും പല ക്ലാസ്സുകളിലൊക്കെ കയറുന്നത് കൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നാലും ക്ഷമിക്കണം. ഓക്കെ, അത് എന്തായാലും ഒന്ന് അറിയിക്കണം. എന്നാലാണ് നമുക്കത് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പോകാനൊക്കെ പറ്റും. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിലെ എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ബാങ്കിൽ ഞാൻ വരുമ്പോൾ ഇൻഫോം ചെയ്യാം. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ക്ലാസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഡിപ്പാർട്ട്മെന്റ്സിലെ ഫസ്റ്റ് പേജ് നമ്മൾ കവർ ചെയ്തു. സെക്കൻഡ് പേജ് ആയപ്പോൾ നമ്മൾ കണ്ടു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട്, അതിന്റെ പ്രധാനമായിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻപേഷ്യന്റ് സർവീസ്, ഔട്ട് പേഷ്യന്റ് സർവീസ്. ഇതിലെല്ലാം ജസ്റ്റ് ബ്രീഫായിട്ട് തന്നെയാണ് എല്ലാത്തിലും പറഞ്ഞു പോയിട്ടുള്ളൂ. കാരണം ഇതെല്ലാം തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പല ചാപ്റ്റേഴ്സിൽ വരുന്നത് കൊണ്ടാണ്. സോ നമുക്ക് അത് മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടി ചെറിയ ബ്രീഫായിട്ട് ഓരോ ഡിസ്ക്രിപ്ഷൻ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. സോ അതിന്റെ ആ ഓരോ ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കാർഡിയോളജി വിഭാഗം. ഓക്കെ, കാർഡിയോളജി വിഭാഗത്തിന്റെ ഒരു നമ്മൾ സേവനം തേടേണ്ടി വരുന്നത് ഏത് ടൈമിലാണ് നമ്മൾ കാർഡിയോളജി വിഭാഗത്തിന്റെ സേവനം തേടാനായിട്ട് ശ്രമിക്കുന്നത്? അതായിരിക്കും കലവേദന വരുമ്പോഴാണോ? കൈവേദന വരുമ്പോഴാണോ? ഇത് പെയിൻ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട പെയിൻസ് വരുമ്പോഴാണ് തീർച്ചയായിട്ടും കാർഡിയോളജി വിഭാഗത്തിനെ നമുക്ക് സമീപിക്കേണ്ടതായിട്ട് വരും അല്ലെ? ചെസ്റ്റ്, ഹേർട്ട് അതുമായി ബന്ധപ്പെട്ടല്ലേ നമുക്ക് സ്മൂത്തായിട്ട് ശ്വാസം എടുക്കാൻ എല്ലാ മീൻസ് ആകെ ഡിസ്റ്റർബൻസ് അല്ലെ? നമ്മുടെ രക്തപ്രവാഹ വ്യവസ്ഥകളൊക്കെ ചെറിയ രീതിയിലൊക്കെ താളങ്ങൾ തെറ്റുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഹേർട്ടിലൊക്കെ ഫീൽ ചെയ്യാം. സോ അറ്റ് ടൈമിലാണ് കാർഡിയോളജി വിഭാഗത്തിനെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ the department as the name indicates deals with the problems of the human heart or circulation. ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഡീൽ ചെയ്യുന്നത്? the problem of human heart or circulation. ഇങ്ങനെയായിട്ടുള്ള പ്രശ്നം നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ഭാഗത്തേക്ക് വേണം. അപ്പോ ജസ്റ്റ് എന്താ മാർക്ക് ചെയ്ത് പോവുക. എന്താണ് മെയിൻ ആയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത്? ഡീൽസ് വിത്ത് problems of the human heart or circulation. അതിന്റെ രക്തപരിചരണ വ്യവസ്ഥയ്ക്കും ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പെയിൻ സംഭവിക്കുമ്പോഴൊക്കെയാണ് കാർഡിയോളജി വിഭാഗത്തിന്റെ സേവനം ചെയ്താനായിട്ട് വരുന്നത്. Cardiology is the medical specialty that deals with the diagnosis and the treatment of the diseases and the disorders of the heart. ഓക്കെ, അപ്പൊ ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഡയഗ്നോസിസ് എന്തെങ്കിലും രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാർഡിയോളജി വിഭാഗത്തിന്റെ സേവനങ്ങൾ തേടേണ്ടതായിട്ട് വരുന്നത്. ഡയഗ്നോസിസ് രോഗനിർണയത്തിന് ഡിസോർഡർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് കാർഡിയോളജി വിഭാഗത്തിന്റെ സേവനം നമ്മൾ തേടേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ it treats people both on an inpatient and outpatient basis. ഇൻപേഷ്യന്റ് ആയിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ടും നമുക്ക് കാർഡിയോളജി വിഭാഗത്തിന്റെ സേവനങ്ങൾ തേടാം.
കാർഡിയോളജി വിഭാഗം കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഹേർട്ടുമായി ബന്ധപ്പെട്ട നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട ഡിസീസുകൾക്കാണ് സേവനം ചെയ്യുന്നത്. ഇൻപേഷ്യന്റായിട്ടും ഔട്ട് പേഷ്യന്റായിട്ടും നമുക്ക് സേവനം ചെയ്യണം. ഇതാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. അഡ്മിഷൻ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലേ? പേഷ്യന്റ് എന്ന് അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. പഠിച്ചുപോയില്ലേ നമ്മള് അല്ലേ? പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അഡ്മിഷൻ എടുത്തിരിക്കുന്ന രോഗികൾ അല്ലെ. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കൺസൾട്ടേഷൻ അല്ലെ, ഒരു 1 ഡേക്ക് ഉള്ളിൽ കൺസൾട്ടേഷൻ ഒക്കെ നമ്മൾ നേടിയിട്ട് തിരിച്ചു പോകും. ഓക്കെ, അപ്പൊ ഇരു കൂട്ടർക്കും പേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇത്ര ഹൃദയവുമായി ബന്ധപ്പെട്ട ഡിസീസുകൾക്ക് കാർഡിയോളജി വിഭാഗത്തിന് ചെയ്തു. The biggest area of heart diseases and treated is coronary artery diseases, example angina, coronary artery bypass grafting, cardiovascular surgery deals with the surgical treatment of heart and blood vessels. Okay, the biggest കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ ട്രീറ്റ്മെന്റ് ഹേർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തേണ്ടതായിട്ട് അല്ലെ. ഹൃദയ ധമനികളിൽ നമുക്കറിയാം കൊറോണറി വെയിൻസുകളിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അല്ലെ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ രക്തപ്രവാഹം ഉണ്ടാവില്ല അല്ലെ, അവിടെ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഹേർട്ടുമായി ബന്ധപ്പെട്ട ഡിസീസുകൾ വരുന്നു. സോ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശസ്ത്രക്രിയകളൊക്കെ നടത്തേണ്ടതായിട്ട് വരും അല്ലേ. ശസ്ത്രക്രിയ നടത്തേണ്ടതായിട്ട് ആ ബ്ലോക്കിനെ പിടിക്കാനും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വരുമോ? അതായത് കൊറോണറി വെയിൻസില് ഹൃദയത്തിലേക്ക് അല്ലെ കൃത്യമായിട്ടുള്ള രക്തപ്രവാഹമൊക്കെ എത്തിക്കേണ്ട സമയത്ത് ഏതെങ്കിലും രീതിയിൽ കൊളസ്ട്രോൾ ഒക്കെ ചെന്ന് അടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്ക് സംഭവിച്ച കറക്റ്റ് ആയിട്ട് നമുക്കറിയാം രക്തപ്രവാഹം അവിടെ തടസ്സപ്പെടും. കറക്റ്റ് ആയിട്ട് ആ ഒരു രക്തപ്രവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്കറിയാം അത്തരത്തിൽ വരുന്ന കൊറോണറി ആർട്ടറി ഡിസീസസുകളെ നമ്മൾ പരിഹരിക്കേണ്ടതായിട്ട് പറ്റില്ലേ. അങ്ങനെയൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും പെട്ടെന്ന് നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുമ്പോഴോ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ കൊഴുപ്പ് അല്ലെ, കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടുമ്പോൾ ഇതാണ് കൊറോണറി ആർട്ടറി അല്ലെ അവിടെ ഡിസീസസിന് കാരണമായിട്ട് വരുന്നത്. കൊറോണറി ആർട്ടറി ഡിസീസസിന് കാരണമായിട്ട് വരുന്നത് CARAD ആ ഒരു ആപ്ലിക്കേഷനിൽ കാണാറുണ്ട് കേട്ടോ. അതായത് എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസസ് എന്ന് പറയുന്നത്? പറഞ്ഞ രക്തക്കൊഴലിലെ തടസ്സങ്ങൾ നേരിടുന്നതുമായി ബന്ധപ്പെട്ട വരുന്ന ഡിസീസുകൾ. തീർച്ചയായിട്ടും നമുക്കറിയാം രക്തപ്രവാഹം സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ട് വരുന്നു. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതികഠിനമായിട്ടുള്ള നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെടും. ആൻജിന അല്ലെ, ഇവിടെ അതികഠിനമായിട്ടുള്ള ഹൃദയപേശികളിലേക്ക് ആവശ്യത്തിന് രക്തം എത്താത്ത അവസ്ഥ വരുമ്പോഴും ഓക്സിജനും ആവശ്യമായ ഓക്സിജനും എത്താത്ത അവസ്ഥയിൽ തീർച്ചയായിട്ടും നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെടും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. ഇങ്ങനെയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്. നമുക്കറിയാം ആ വെയിനില് ബ്ലോക്ക് സംഭവിച്ചത് കൊണ്ടാണ് നല്ല രീതിയിൽ രക്തപ്രവാഹം നടക്കാത്തത് അല്ലെ. അപ്പൊ അതിന് പകരം നമ്മുടെ നല്ല അല്ലെ പ്രിക്കോഷനുകൾ തീർച്ചയായിട്ടും കാലുകളിലൊക്കെ അല്ലെ അവിടെ നിന്നെങ്കിലും നല്ല രീതിയിലുള്ള വെയിൻസ് എടുത്തിട്ട് അവിടെയോടെ രക്തം പാസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ക്രിയേറ്റ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്കറിയാം നമ്മുടെ ചേർന്ന് ബൈപ്പാസ് സർജറി ചെയ്ത് അത് അങ്ങനെയുള്ള രീതിയിൽ രക്തപ്രവാഹം നേടിയെടുക്കാനായിട്ടുള്ള സജ്ജീകരണം സജ്ജമാക്കും. അങ്ങനെയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഇത്തരത്തിലുള്ള പ്രക്രിയകളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പഠിച്ചു പോകുന്നത്? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതായിരിക്കും? കാർഡിയോളജി വിഭാഗം. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക വെയിനിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, കൊറോണറി ധമനികളിലൊക്കെ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ പരിഹാരങ്ങളൊക്കെ അർജന്റലി പരിഹാരങ്ങളൊക്കെ കണ്ടെത്തണം അല്ലെ. ബൈപ്പാസ് സർജറിയൊക്കെ നടത്തി പരിഹാരങ്ങളൊക്കെ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നു. ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജി വിഭാഗം. ഓക്കെ, അപ്പൊ ആൻജിന കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, അതേപോലെ തന്നെ കാർഡിയോവാസ്കുലർ സർജറി ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹേർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്.
അതായത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ഡിസീസസ് വന്നാലും സർജറി നടത്തി നമുക്ക് പരിഹാരങ്ങളൊക്കെ കണ്ടെത്തേണ്ട വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനത്തിന്റെ ഫലമായിട്ടാണ് പരിഹരിക്കാൻ പറ്റുന്നത് കാർഡിയോളജി വിഭാഗത്തിന്റെ സേവനത്തിന്റെ ഫലമായിട്ടാണ്. അത് കാർഡിയക് സർജറി ഇൻവോൾവ്സ് പലതരത്തിലുള്ള സർജറികൾ അവിടെ നടത്തപ്പെടുന്നുണ്ട്. എന്തൊക്കെ സർജറികളാണ് പറയുന്നുണ്ട്? പ്രൊസീജിയേഴ്സ് ലൈക്ക് bypass surgeries, valve repairs, valve replacement, and the surgery for congenital defects, vascular deals with diseases of blood vessels. Okay, അപ്പൊ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാൽവുകൾ അല്ലേ നമുക്കറിയാം. ഇതെല്ലാം നല്ല കൃത്യതയോട് കൂടിയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ ഓക്സിജനും അല്ലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വെയിനിലേക്കും നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ രക്തത്തിലൂടെ നമുക്ക് പാസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സർജറി, വാൽവ് റിപ്പയർസ് ആയിക്കോട്ടെ, വാൽവ് റീപ്ലേസ്മെന്റ്, വാൽവ് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ ആയിക്കോട്ടെ, കൺജനൈറ്റൽ ഡിഫെക്ട്സ്. എന്താണ് കൺജനൈറ്റൽ ഡിഫെക്ട്സ് എന്ന് പറയുന്നത്? ജന്മന എന്തെങ്കിലൊക്കെ ബ്രേക്കില്ലിങ്ങൾ ദൃഢമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസുകളാണ് അല്ലെ. നല്ല രീതി കുറയോ എന്തെങ്കിലുമൊക്കെ ജനിക്കുമ്പോ തന്നെ എന്തെങ്കിലും ഡിഫെക്ട്സുകൾ വരാൻ സാധ്യതകളുണ്ട്. സോ ഇതെല്ലാം പരിഹരിച്ചു പോകുന്നത് നമുക്കറിയാം ഹേർട്ടുമായി ബന്ധപ്പെട്ട ആയതുകൊണ്ട് കാർഡിയോളജി വിഭാഗത്തിലാണ്. മസ്കുലർ ഡിസീസസ് ഓഫ് ബ്ലഡ് വെസൽസ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഹൃദയത്തെ രക്തക്കുഴലിനെ ബാധിക്കുന്ന രോഗങ്ങൾ അതെല്ലാം തന്നെ ഹൃദയത്തിനെ രക്തക്കുഴലിനെ ബാധിക്കുന്ന അതിന്റെ രക്തക്കുഴലുകൾ രക്തക്കുഴലിനെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള അവസ്ഥകളിൽ ആ ഡിസീസുകളൊക്കെ പരിഹരിക്കുന്ന വിഭാഗമാണ് കാർഡിയോളജി വിഭാഗം. പേസ് മേക്കർ ഇംപ്ലിമെന്റേഷൻ, ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഈസ് ഓൾസോ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പേസ് മേക്കർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത് ഇതായിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് പിടിപ്പിക്കുകയാണ് അല്ലെ. നമ്മുടെ ഹേർട്ടിന്റെ ഫങ്ഷൻസ് അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് തരാനായിട്ട് അവരെ പേഴ്സണായിട്ട് പിടിപ്പിക്കാൻ ഇംപ്ലിമെന്റേഷൻ നടപ്പാക്കിയാണ്. സർജറി ചെയ്ത് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് ആണ് കൃത്യമായിട്ട് അതൊക്കെ നടപ്പാക്കുന്നത്. സോ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയാം. ഓർത്തിരിക്കാൻ ഹേർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഹേർട്ടുമായി ബന്ധപ്പെട്ട വാൽവ് റിപ്പയർ, വാൽവ് റീപ്ലേസ്മെന്റ്, ബൈപാസ് സർജറീസ്, കൺജനിറ്റൽ അതായത് ഹേർട്ടുമായി ബന്ധപ്പെട്ട കൺജനിറ്റൽ ഡിഫെക്ട്സ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട രക്തക്കുഴലുകളുടെ വെസ്കുലർ ഡീൽസ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസ്, പിന്നെ പേസ് മേക്കർ ഇംപ്ലിമെന്റേഷൻ, അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഇതെല്ലാം കാര്യങ്ങളെല്ലാം എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റും നിർവഹിക്കുന്ന വിഭാഗമാണ് കാർഡിയോളജി വിഭാഗം. ഓക്കെ, കാർഡിയോളജി വിഭാഗത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയിരിക്കുന്നത് കൺജനിറ്റൽ ഡിഫെക്ട്സ് എന്ന് പറയുമ്പോൾ ജനനത്തിൽ തന്നെ ചിലപ്പോ ഹേർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെ കൃത്യമായ രീതിയിൽ വികാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവില്ല. ഹേർട്ടിന്റെ ഇടിപ്പ് നമുക്കറിയാം ഹൃദയമിടിപ്പൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. സോ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ജനിക്കുമ്പോൾ തന്നെ. നമുക്കറിയാം ഒരു ടൈം വരെയൊക്കെ നല്ലൊരു ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടി അല്ലെ വളർന്നു വരുന്നത് അനുസരിച്ച് കുട്ടിയുടെ ഗ്രോത്ത് അനുസരിച്ചിട്ട് ചിലപ്പോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് പരിഹരിക്കാനൊക്കെ ആയിട്ട് പറ്റും. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന കുറവ് മാത്രമല്ല ചിലർക്കെങ്കിലും അല്ലെ ചില സമയത്ത് തന്നെ ചിലപ്പോ നമുക്കറിയാം അവരെ ശ്വാസം എടുക്കുന്ന മൊമെന്റിൽ തന്നെ അല്ലെ അതോടുകൂടി തന്നെ കുറെ കാര്യങ്ങൾ അവര് നേടിയെടുക്കുന്നുണ്ട്. ഒരു ശ്വാസം എടുക്കുന്ന ബർത്തിന്റെ ആ ശ്വസന ടൈം കഴിഞ്ഞ കുറെ പ്രോബ്ലംസുകൾ ഒഴിവാക്കി പോകുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള കുറെ ഡിഫക്ട്സുകൾ ഓട്ടിസം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. സോ അത് ജന്മനാ വരുന്നതായിരിക്കും. ചിലപ്പോൾ പക്ഷി ട്രീറ്റ്മെന്റോട് കൂടിയിട്ടൊക്കെ പരിഹരിച്ചേക്കാം. സോ ഹേർട്ടുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് പരിഹരിക്കേണ്ട കാർഡിയോളജി വിഭാഗത്തിന്റെ സേവനത്തിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് വരുള്ളൂ. സാധാരണയായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തൊക്കെ ഏതെങ്കിലും അസുഖമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഏത് വിഭാഗത്തിന്റെ സേവനം കൊണ്ടാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക അല്ലെ, ഏത് ട്രീറ്റ്മെന്റ് ഏത് വിഭാഗത്തിൽ നിന്നാണ് നമുക്കറിയാം.
ബ്ലഡുമായി ബന്ധപ്പെട്ടുള്ള ഡിസീസ്, വാൽവ്, ഓക്കെ, അതേമാതിരി തന്നെ നെഞ്ചുവേദന, നെഞ്ചീന, വേദകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കും. അഞ്ചിന എന്നൊക്കെ പറയുമ്പോൾ ഓർത്ത് വെക്കാം. ആ വേദകളൊക്കെ നെഞ്ചുവേദന, ഇതിന്റെ ഓരോ വെയിനൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സംവിധാനം, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. പിന്നെ നമ്മൾ കണ്ടു പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സർജറി, വാൽവ് റിപ്പയർസ്, വാൽവ് റിപ്ലേസ്മെന്റ് ആൻഡ് സർജറി ഫോർ കൺജനിറ്റൽ. ഇതൊക്കെ പുതിയ വേർഡ്സുകളൊക്കെയാണ് ഇവൻ മൈൻഡിലേക്കൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ജന്മനായുള്ള ഹേർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഡിഫക്ട്സുകൾ, റെസ്പിറേറ്ററി ഡിസീസസ് ഓഫ് ബ്ലഡ് വെസൽസ്, ധമനികളുമായി ബന്ധപ്പെട്ട, ഹേർട്ടുമായി ബന്ധപ്പെട്ടുള്ള ധമനികളുമായി ബന്ധപ്പെട്ടുള്ള കൊറോണറി ധമനികളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത് കാർഡിയോളജി വിഭാഗത്തിലാണ്. പേസ് മേക്കർ ഇംപ്ലിമെന്റേഷൻ, ട്രീറ്റ്മെന്റ് പ്രോഗ്രാമായ കാർഡിയോ, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ വരുമ്പോഴും കാർഡിയോളജി വിഭാഗത്തിന്റെ സേവനമാണ് നേടിയെടുക്കുന്നത്. താഴേക്ക് നോക്കാണോ? അനസ്തേഷ്യോളജി. എന്താണ് അനസ്തേഷ്യോളജി എന്ന് പറയുന്നത്? അനസ്തേഷ്യ കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലൊക്കെ? ആർക്കെങ്കിലും അനസ്തേഷ്യ കിട്ടിയിട്ടുണ്ടോ? അതും കിട്ടിയിട്ടില്ല. ബോധം കെടുത്തൽ കിട്ടിയിട്ടുണ്ട്. അനസ്തേഷ്യ കിട്ടിയിട്ടുള്ളവർക്ക് അതിന്റെ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഓർമ്മയും അനുഭവങ്ങളൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അതുകൊണ്ട് മിക്ക പേർക്കും അനസ്തേഷ്യ കിട്ടിയിട്ടുണ്ട്, അനസ്തേഷ്യ കിട്ടാത്തവരും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, ചെറിയ രീതിയിലെങ്കിലും മരവിപ്പിക്കൽ പ്രക്രിയയാണ് അനസ്തേഷ്യോളജി കൈകാര്യം ചെയ്യുന്നത്. അനസ്തേഷ്യോളജി നമുക്ക് നോക്കാം. അനസ്തേഷ്യോളജി എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്റ്റർ അനസ്തേഷ്യ ഫോർ പേഷ്യൻസ് ഫോർ പ്രൊസീജിയേഴ്സ് ആൻഡ് സർജറീസ്. എന്തെങ്കിലും നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടോ ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയിട്ടോ പേഷ്യൻസിനെ ബോധരഹിതരാക്കുന്ന ഒരവസ്ഥയാണ് സാധാരണയായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അനസ്തേഷ്യസ്റ്റ് ഡോക്ടേഴ്സ് ആണ്. അത്തരം ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട സേവനം എന്ന് പറയുന്നത് ശസ്ത്രക്രിയ ടൈമുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മരവിപ്പിച്ച കാര്യങ്ങൾ അല്ലെ ബോധാവസ്ഥയിൽ ആക്റ്റീവ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ വാക്കുകളൊക്കെ മരവിപ്പിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട പോകേണ്ട സന്ദർഭങ്ങളിലൊക്കെയാണ് അനസ്തീഷ്യ ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ വേണ്ടി വരുന്നത്. അനസ്തീഷ്യോളജി വിൽ അഡ്മിനിസ്റ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് അനസ്തീഷ്യോളജി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ അനസ്തീഷ്യ, ലോക്കൽ അനസ്തീഷ്യ, റീജിയണൽ അനസ്തീഷ്യ. 3 തരത്തിലുള്ള അനസ്തീഷ്യകൾ നടപ്പാക്കി പോകുന്നു. അനസ്തീഷ്യോളജി എന്ന് പറയുമ്പോൾ മറന്നുവെക്കാം, ബോധരഹിതമാക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ലെ, അത് ട്രീറ്റ്മെന്റ് അല്ല, ഒരവസ്ഥ അല്ലെ. ആ അവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അനസ്തീഷ്യോളജി വിഭാഗമാണ്. ഓക്കെ, അത് 3 തരത്തിലുള്ള അല്ലെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് 3 തരത്തിലാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ തന്നെയാണ്? ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ജനറൽ അനസ്തീഷ്യ, സെക്കൻഡ് ആയപ്പോൾ ലോക്കൽ അനസ്തീഷ്യ, ദെൻ തേർഡ് വണ്ണായിട്ട് റീജിയണൽ അനസ്തീഷ്യ. എന്താണ് ജനറൽ അനസ്തീഷ്യ എന്ന് നോക്കാം. ഓക്കെ, ജനറൽ അനസ്തീഷ്യ ഈസ് ദ മെഡിസിൻ that is administered by an anesthesiologist, a medical doctor, through a mask or an IV cannula placed in the vein. ഒരു മാസ്ക് വഴിയോ IV കാനുല വഴിയോ, അല്ലെ IV കാനുല എന്ന് പറയുമ്പോൾ വെയിനിൽ സജ്ജമാക്കിയിരിക്കുന്ന കാനുലയില് ഈ ഒരു അനസ്തീഷ്യ അല്ലെ, അനസ്തീഷ്യയുടെ മെഡിസിൻ അത് ഇൻജക്ട് ചെയ്ത് കയറ്റുമ്പോൾ അല്ലെ, അതല്ലെങ്കിൽ മാസ്ക് വഴിയൊക്കെ ഡോക്ടേഴ്സ് ബോധരഹിതമാക്കുന്ന ഒരവസ്ഥയാണ്. അതായത് അനസ്തീഷ്യ ഈസ് ബാക്കി പേഷ്യന്റ് വിൽ ബിക്കം അൺകോൺഷ്യസ്. അതായത് അനസ്തീഷ്യ കൊടുക്കുന്ന കാര്യത്തിൽ പേഷ്യന്റ് എന്താകും? ബോധരഹിതരാണ് അല്ലേ? ശരിയല്ലേ? അനസ്തീഷ്യ അതിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നത്. അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഏത് ഭാഗത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കണമെങ്കിൽ ആ പ്രത്യേക ഭാഗം ബോധരഹിതമാണ്. അതായത് അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്നും ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 2-3 തരത്തിലുള്ള അനസ്തേഷ്യ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് അനസ്തേഷ്യ എന്ന് പറയുന്നത് ജനറൽ അനസ്തേഷ്യയാണ്.
Then second one was the local anesthesia. Then third one was the regional anesthesia. ഓക്കെ, അപ്പൊ താൽക്കാലികമായിട്ട് സംവേദനാവസ്ഥയെ നിശ്ചലമാക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടപ്പാക്കുന്നത്. അതായത് നമുക്കിപ്പോ ഭയങ്കര പെയിൻ ഉണ്ടെങ്കിൽ അത് അനുഭവപ്പെടരുത്. അതാണ് അവിടെ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത് വെയിനിലൂടെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഞരമ്പിലൂടെയും കൊടുക്കും, മാസ്ക് കൊടുത്ത് എന്താണ് അനസ്തേഷ്യ കൊടുക്കുക എന്ന പ്രക്രിയയാണ് നടപ്പാക്കുന്നത്. While anesthesia is working, patient will become unconscious. ബോധരഹിതമാവുന്ന അവസ്ഥയാണ് അവിടെ നടപ്പാക്കുന്നത്. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്സ് sensation in a small area. Like this to use local anesthesia when a jaw or a nose. ഒരു പർട്ടിക്കുലർ ഒരു ചെറിയ ഏരിയയിലേക്ക് മാത്രം ബോധരഹിതമാക്കുന്ന ഒരു അവസ്ഥയാണ് അതിനെ ലോക്കൽ അനസ്തേഷ്യ ആണ് ഡോക്ടേഴ്സ് കൊടുക്കുന്നത്. അതായത് നമ്മള് ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ പല്ല് മരയിപ്പിക്കും. ഡെന്റിസ്റ്റിന്റെ അടുത്ത് ആരെങ്കിലും വലിയ അനസ്തേഷ്യ മാത്രം കിട്ടാറുണ്ട്, ചെറിയ അനസ്തേഷ്യയൊക്കെ കിട്ടിയവരുണ്ട് അല്ലെ. നമുക്കറിയാം ഡെന്റിസ്റ്റും മരയിപ്പിക്കും അല്ലെ, കുട്ടികളെ കൂടി മരയിപ്പിക്കുന്ന അവസ്ഥകളുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ചെറിയ അനസ്തേഷ്യ കൊടുക്കും. അവരും ചെറുപ്പം മുതലേ അനസ്തേഷ്യ അനുഭവപ്പെടുന്നവരാണ്. കാരണം എന്താ, അവര് ചെറുതായിട്ടൊക്കെ ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോൾ ഈ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുക്കും അല്ലെ, ചെറിയ രീതിയിൽ ബോധരഹിതമാക്കും. അങ്ങനെ ഡെന്റിസ്റ്റിന്റെ കുട്ടികളൊക്കെ അവര് നിർമ്മിക്കും അല്ലെ, എന്തെങ്കിലുമൊക്കെ പല്ലോ അല്ലെങ്കിൽ പല്ലുമായി ബന്ധപ്പെട്ട മോണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവിടെ പരിഹരിക്കും. ഓക്കെ, അപ്പൊ നമ്മളും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് 3 types of anesthesia ഉണ്ട്. General anesthesia, local anesthesia, then regional anesthesia. ഡെന്റിസ്റ്റ് യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ ഏത് അനസ്തേഷ്യ ആണ്? ലോക്കൽ അനസ്തേഷ്യ. അതേപോലെ തന്നെ ജനറൽ അനസ്തേഷ്യ അത് ഏത് രീതിയിലാണ് ആ ഒരു പേഷ്യൻസിന് പകർന്നു കൊടുക്കുന്നത്? മാസ്ക് വഴിയോ IV കാനുല അല്ലെ, അതായത് വെയിനില് IV കാനുലയുടെ സഹായത്തോട് കൂടിയിട്ടാണ് അത് ആ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഓക്കെ, നേരത്തെ നോട്ടേക്ക് തേർഡ് വൺ പറയുന്നത് റീജിയണൽ അനസ്തേഷ്യ. എന്താണ് റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്? റീജിയണൽ അനസ്തേഷ്യ നോംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി. ബോഡിയുടെ ഒരു സ്പെസിഫിക് പോർഷൻ തന്നെ ബോധരഹിതമാക്കുകയാണ്. റീജിയണൽ അനസ്തേഷ്യ. റീജിയണൽ അനസ്തേഷ്യ ആണ് ശസ്ത്രക്രിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർവഹിക്കുന്നത് അല്ലെ. ഒരു ഓപ്പറേഷനോട് കൂടിയിട്ട് കുട്ടിയുടെ ബ്ലഡ് വരുമ്പോഴും അല്ലെ, ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നമുക്കറിയാം ഓപ്പൺ സർജറി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിട്ട് വരുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ റീജിയണൽ അനസ്തേഷ്യയാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് പെർട്ടിക്കുലർ ഭാഗത്തിന്റെ എന്താണ് അവിടെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻ മുഴുവനായിട്ട് നമുക്കറിയാം അനസ്തേഷ്യയെ കൊണ്ട് ബോധരഹിതമാക്കുകയാണ്. Cesarean sections are done with a regional anesthesia. During the surgery, the anesthesiologist will monitor the patient's blood pressure, heart rhythm, temperature, level of consciousness, and the amount of oxygen in the blood. തീർച്ചയായിട്ടും നമുക്കറിയാം അനസ്തേഷ്യ കിട്ടി അല്ലെ, പ്രത്യേക ബോഡിയിലെ ഒരു പാർട്സിലൊക്കെ അനസ്തേഷ്യ കിട്ടിയവർക്ക് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. മറ്റേ ടൈമില് അവിടെ ഈ മോണിറ്റർ ചെയ്യാൻ അല്ലെ, രോഗിയെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം അല്ലെ പ്രത്യേകം മെഷീൻസും അതേമാതിരി തന്നെ പ്രത്യേക പേഴ്സൺസും കൈകാര്യം ചെയ്ത പേഴ്സൺസ് ഉണ്ടാവും. ഡ്യൂറിംഗ് ദ സർജറി അനസ്തേഷ്യോളജിസ്റ്റ് മോണിറ്റർ ദ പേഷ്യൻസ് ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്, അവരുടെ വിധത്തിന് അല്ലെ ബ്ലഡിന്റെ ആ ഒരു ഡിഗ്രിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ, ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒബ്സർവേഷൻ നടത്തി അവിടെ അല്ലെ പതിയെ ഇൻ കേസ് സർജറി കഴിഞ്ഞാലും ഒബ്സർവേഷൻ കൂടുതലായിരിക്കും. അവിടെ കൈകാര്യം ചെയ്ത് നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പതിയെ പതിയെ കോൺഷ്യസ്നെസ് അല്ലെ പൂർണ്ണാവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡിലൊക്കെ ഓക്സിജന്റെ കണ്ടന്റൊക്കെ ഓക്കെ ആണോ ഇതെല്ലാം തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ സർജറിയുടെ ടൈമിൽ അതുകൊണ്ടാണ് സർജറിക്ക് കയറ്റി കഴിയുമ്പോൾ പേഷ്യൻസിനെ എളുപ്പത്തിൽ പുറത്തു വിടാത്തത്.
ഇല്ല സർജറി കഴിഞ്ഞു എന്ന് പറയും, പക്ഷെ അപ്പൊ തന്നെ രോഗിയെ വിടില്ല. ഇല്ലേ, ശരിയല്ലേ? രോഗിയെ വിടാറുണ്ടോ? കുറച്ച് ടൈമെങ്കിലും അവർ വാച്ച് ചെയ്യും അല്ലെ. സർജറി കഴിഞ്ഞു എന്നുള്ളത് ഇൻഫോർമേഷൻ നമുക്കറിയാം, അതായത് ലേഡീസിനോട് പങ്കുവെക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് കാണാൻ, ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം ഒബ്സർവേഷൻ ടൈമിൽ ഇന്ന ടൈമിലൊക്കെ വേണമെങ്കിൽ കാണാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കറക്റ്റും. പക്ഷെ ഇത്തരത്തില് അവരുടെ എല്ലാ കാര്യങ്ങളും ഇതിപ്പോ ബ്ലഡ് പ്രഷറും ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും ബോധാവസ്ഥയൊക്കെ തിരിച്ചു വരുന്നവരേക്കും അവരുടെ ഒബ്സർവേഷൻ നിരീക്ഷണത്തിന്റെ കാര്യം. കാരണം നമുക്കറിയാം ആ ടൈമിലാണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുന്നത്. ബ്ലഡ് പ്രഷർ വേരിയേഷൻസ് സംഭവിച്ചു, അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഹാർട്ടിന്റെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് കൈകാര്യം ചെയ്യുന്നു. ഇപ്പൊ നമ്മള് പഠിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? അനസ്തീഷ്യ എന്ന് പറയുന്ന അനസ്തീഷ്യോളജിസ്റ്റ് ആണ്, അത്തരത്തിലുള്ള ഡോക്ടേഴ്സ് ആണ് അവിടെ കൈകാര്യം ചെയ്ത് പോകുന്നത്. ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കൃത്യമായിട്ടുള്ള അളവില് നമുക്കറിയാം ഒരിക്കലും അതിന്റെ മെഡിസിന്റെ അളവിലൊന്നും വേരിയേഷൻസ് സംഭവിക്കാൻ പാടില്ല. ഓവർ ഡോസും പാടില്ല, നോർമൽ ആയിട്ടുള്ള ഡോസും പാടില്ല. ശരിയല്ലേ? ഓവർ ഡോസ് വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഈ അല്ലെ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് മുമ്പ് ഉണ്ടാക്കുന്ന പ്രശ്നം. അതെല്ലാം കൃത്യമായിട്ടല്ല അവർ ആ ബോഡി ഹെൽത്തിന്റെ ഒക്കെ വെയിറ്റും ഹെൽത്തും ഒക്കെ വെച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അനസ്തേഷ്യോളജിസ്റ്റ് ആ മെഡിസിൻസ് ഒക്കെ ആ പേഷ്യൻസിൽ അപ്ലൈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം നാട്ടിലൂടെയൊക്കെ ഇഞ്ചക്ഷൻ ഒക്കെ വെച്ചിട്ട് അല്ലെ എവിടെ തീർച്ചയായിട്ടും അനസ്തേഷ്യയൊക്കെ കിട്ടിയായിട്ടാണ് വലിയ ചെയ്യുന്ന അല്ലെ വലിയൊരു ശസ്ത്രക്രിയ കാര്യങ്ങളൊക്കെ നടപ്പാക്കി പോകുന്നത്. അപ്പൊ നമ്മള് ജസ്റ്റ് ഇത്രയും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 3 അനസ്തേഷ്യകളുണ്ട് എന്ന് ഓർത്തിരിക്കുക. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. ലോക്കൽ അനസ്തേഷ്യക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, ഡെന്റിസ്റ്റൊക്കെ ലോക്കൽ അനസ്തേഷ്യ ആണ് കൊടുക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈം ഒരു നിശ്ചിത അല്ലെ ഒരു ഇത്രയും മിനിറ്റ്സിനൊക്കെ അതിന്റെ ആവശ്യമുണ്ടാകും. റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ സർജറി കാര്യങ്ങൾ ഒരു പ്രത്യേകമായിട്ടുള്ള സർജറി കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും റീജിയണൽ അനസ്തേഷ്യ ആണ് കൊടുക്കുന്നത്. റീജിയണൽ അനസ്തേഷ്യ കൊടുക്കുന്ന ടൈമില് തീർച്ചയായിട്ടും നല്ല ആ സർജറി നടത്തുന്നതോടൊപ്പം തന്നെ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരീക്ഷണം നടത്തുക? പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷറും ബ്ലഡ് ടെമ്പറേച്ചറും ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും എല്ലാം ഓക്സിജൻ ലെവലിന്റെ ഓക്സിജന്റെ അളവ് എല്ലാം തന്നെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നത്. ണോ? നോട്ട് ചെയ്തിട്ടുണ്ട്, വായിച്ചൊക്കെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് പറയുന്നത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് CCU ആണ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പോ നമ്മള് അല്ലെ പഠിച്ചു പോകുമ്പോൾ ഏതൊക്കെ വിഭാഗങ്ങൾ കഴിഞ്ഞു ഇടയ്ക്കൊന്ന് നോക്കാം. അതായത് കാഷ്വാലിറ്റി, കാർഡിയോളജി നമ്മൾ നോക്കി, ഇന്റൻസീവ് കെയർ യൂണിറ്റിനെ കുറിച്ചിട്ട് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഇപ്പൊ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും കുറച്ച് ബ്രീഫായിട്ട് വിവരിച്ച് പോകാനാണ് നമുക്ക് നോക്കേണ്ടത്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. ICU അല്ലെ, ICU, CCU, critical care unit. And critical care unit is a specialty that cares for patients with acute life-threatening illness. എപ്പോഴാണ് അഡ്മിഷൻ എടുക്കുക? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ അഡ്മിഷൻ എപ്പോഴാണ് എടുക്കുക? സാധാരണ ഒരു പനി വരുമ്പോൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ അഡ്മിഷൻ എടുക്കുമോ? ഒരു പനി വരുന്ന സാധാരണ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ആരെങ്കിലും അഡ്മിഷൻ എടുക്കുമോ? ഇല്ല അല്ലെ. നമുക്കറിയാം ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇൽനസ് വരുന്നത് അല്ലെ, നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണി അല്ലെ, നമ്മുടെ ജീവൻ എന്തെങ്കിലും ഭീഷണി സംഭവിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ സേവനം തരുന്നത്. ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ, എമർജൻസി ടൈപ്പ് ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അല്ലെ, നമ്മുടെ ജീവന് എന്തെങ്കിലും അല്ലെ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ അത്രയധികം ചാൻസ് ഉള്ള ടൈമിലാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം തിരിച്ചു പിടിക്കാൻ അല്ലെ. അത് പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് എടുത്താൽ മാത്രമാണ് നമ്മുടെ ജീവനെ
അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതിൻ്റെതായിട്ടുള്ള തീർച്ചയായിട്ടും സജ്ജീകരണങ്ങൾ ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി ഏരിയയിൽ അവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും. സോ ആ ഒരു സൗകര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് അവിടെയുള്ള പേഷ്യൻസിനെ ബെറ്റർ ആക്കി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ലെ ക്രിട്ടിക്കൽ യൂണിറ്റ് സ്പെഷ്യാലിറ്റി ആൻഡ് കെയർ ഫോർ പേഷ്യൻസ് വിത്ത് ലൈഫ് ത്രെട്ടനിങ് ഇൽനസ്. അതുകൊണ്ടാണ് ജീവന് ഭീഷണിയാവുന്ന ഇൽനസ് വരുമ്പോഴാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലെ ജീവനങ്ങൾ നമ്മൾ തേടേണ്ടതായിട്ട് വരുന്നതായത്. Critical care is delivered through a highly specialized intensive care unit, also known as the intensive treatment unit or critical care unit. Okay, critical care is delivered through a highly specialized intensive care unit. നമ്മൾ പറഞ്ഞു അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യത വരുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ഹൈ ബ്ലീഡിങ് വന്നു, പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിച്ചു, ഓർഗൻസിനൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ഡിഫക്ട്സുകൾ വന്നു, ഹേർട്ടിന് പെട്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ കാർഡിയക്ക് പോലെയുള്ള എന്തെങ്കിലും നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ അല്ലെ സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങൾ ബ്രെയിനുമായി ബന്ധപ്പെട്ട് നെർവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസ് വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. മറ്റേ ടൈമിൽ എന്താ സംഭവം നമുക്കറിയാം, അവിടുത്തെ ഹൈ സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അറിയാം അല്ലെ, അത് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആവുമ്പോൾ നമ്മള് ആ സ്റ്റേജിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഐസിയുടെ ഒരു ട്രീറ്റ്മെന്റ് നേടാനായിട്ട് ശ്രമിക്കുന്നത്. ഓൾസോ നോൺ ആസ് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. അപ്പൊ ഇപ്പൊ ഓർത്ത് വെക്കുക, CCU ICU എന്നൊക്കെ പറയുമ്പോൾ അബ്രിവേഷൻ ആയിട്ട് തുണികൾ വരുമ്പോൾ മൈൻഡിലേക്ക് കൊണ്ടുവരാം. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്, എമർജൻസി യൂണിറ്റ്. ശരി, ഓക്കെ, ഇതെല്ലാം നമുക്കറിയാം ഒരേ മീനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. Intensive care unit, also known as an intensive treatment unit, critical care unit. Patients are usually transferred to ICU after initial stabilization at the emergency room, operation theatre or recovery. തീർച്ചയായിട്ടും നമുക്കറിയാം ICU നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലെ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്സർവേഷൻ ഒക്കെ നടത്തി കുഴപ്പമൊന്നും ഇല്ലാന്ന് അത് റൂമിലേക്ക് കൊണ്ടുവന്നപ്പോ പെട്ടെന്ന് നമുക്കറിയാം അർജൻസി കേസുകൾ വേരിയേഷൻസ് സംഭവിക്കുന്നു, ബ്ലഡ് പ്രഷർ കൂടുകയോ പെട്ടെന്ന് താമസിക്കുകയോ അങ്ങനെയൊക്കെ വരുമ്പോഴും തീർച്ചയായിട്ടും വീണ്ടും എന്ത് ചെയ്യും നമുക്കറിയാം, എവിടേക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവന്നതാണ്, പക്ഷെ പെട്ടെന്ന് നമ്മൾ ഈ പേഷ്യന്റിനെ നോക്കിയപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ പെട്ടെന്ന് അനുഭവപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ICUലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട്. ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ എമർജൻസി നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും അല്ലെ, നമ്മുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്താണ് തുലനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ICUവിന്റെ സേവനങ്ങൾ തേടേണ്ടതായിട്ട് വരും. ഓപ്പറേഷൻ തിയേറ്ററിൽ റിക്കവറി റൂമിൽ നിന്നാണെങ്കിലും നമ്മൾ ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞ് റിക്കവർ ചെയ്ത് വന്ന പേഷ്യന്റ് ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ ICU വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ICUവിൽ അഡ്മിഷൻ ചെയ്യേണ്ടതായിട്ട് വരും. Certain patients need to be isolated and need close and individual medical attention. ചില പേഷ്യൻസിനൊക്കെ നമുക്കറിയാം ഒറ്റപ്പെടുത്തി തരുന്ന ചികിത്സ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസിനൊക്കെ ഉള്ള പേഷ്യന്റ് ആണ്, പക്ഷെ ക്രിട്ടിക്കൽ കെയറിലേക്ക് വരികയാണെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്ത് തന്നെ അവിടെ കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. എന്നുവെച്ചാൽ ഒറ്റപ്പെടുത്തി തന്നെ ട്രീറ്റ്മെന്റ് നമുക്കറിയാം എല്ലാ പേഷ്യൻസിന്റെയും ഒപ്പം സേവനങ്ങൾ കൊടുക്കാനായിട്ട് പറ്റാതെ വരും അല്ലെ. ശരിയല്ലേ, കോവിഡ് അല്ലെ, COVID-19 ഒക്കെ വന്നപ്പോ നമുക്കറിയാം ഐസൊലേറ്റ് ചെയ്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. കാരണം എന്താ നമുക്കറിയാം എല്ലാ രോഗികൾക്കും ഇത് പകർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. Okay, then the ICU has a very few beds. There is usually handled by a specialist doctors and nurses as well as consultant and physiotherapists and dietitians. Okay, നമുക്കറിയാം ഫസ്റ്റ് ബെഡ് ഉണ്ടാവുള്ളൂ അല്ലെ. എല്ലാവർക്കും വാർഡിലും റൂമിലൊക്കെ നമുക്ക് ധാരാളം സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഹോസ്പിറ്റൽ ICUവിൽ നമുക്കറിയാം നിശ്ചിത ബെഡുകൾ ഉണ്ടാവുള്ളൂ. കാരണം നമുക്കറിയാം അവിടെ ഓരോ ബെഡിലും ഇഷ്ടാടിസ്ഥാനത്തിലുള്ള കുറെ സൗകര്യങ്ങളൊക്കെ അതിനോട് ചേർന്ന് വിധത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് മാത്രമാണ് ICUവിലേക്ക് അഡ്മിഷൻ എടുക്കുള്ളൂ.
അവരുടെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് തന്നെ നിരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഐസിയു പെർസവേരിയൻസ്. അതുപോലെ തന്നെ അവരുടെ ഡോക്ടേഴ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? നല്ല കഴിവുറ്റ ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ. ഐസിയുവിനെ ട്രീറ്റ് ചെയ്യുന്ന നഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സുമാരായിരിക്കും അല്ലെ. കാരണം നമുക്കറിയാം എമർജൻസി കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഡിസിഷൻ എടുത്ത് കൃത്യമായിട്ട് തന്നെ അവിടെ പേഷ്യൻസിന് സേവനങ്ങൾ ലഭ്യമാക്കേണ്ടത്. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് നല്ല അറിവുള്ള നല്ല സ്കില്ലുള്ള പേഷ്യൻസ് ഡോക്ടേഴ്സിന് നഴ്സുമാർക്കാണ് അത്തരം സേവനങ്ങളൊക്കെ ലഭ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആസ് വെൽ ആസ് കൺസൾട്ടൻസ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം എമർജൻസി കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോധരഹിതമാക്കേണ്ട അവസ്ഥകളൊക്കെ വരും. തീർച്ചയായിട്ടും അതൊക്കെ അത്തരത്തിലുള്ള സേവനങ്ങൾക്ക് റെഡിയായ ഡോക്ടേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻസ് ഒക്കെ സേവനങ്ങൾ അവിടെ ഐസിയുവില് അവിടെ അവൈലബിൾ ആക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം മെഡിസിൻസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാലൻസ് സ്റ്റേബിളിലേക്ക് കൊണ്ടുവരാനായിട്ട് പേഷ്യൻസിന് പറ്റില്ല അല്ലെ. അതിനോടൊപ്പം തന്നെ കഴിക്കുന്ന ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കൺട്രോളിങ് കൊണ്ടുവരണം. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഈ കിടക്കുന്ന പേഷ്യൻസ് ആയതുകൊണ്ട് ജസ്റ്റ് മെഡിസിനോട് മാത്രമേ അവര് പ്രതികരിക്കുന്നത് അല്ലെ. മെഡിസിനോടൊപ്പം തന്നെ അവർക്ക് ചെറിയ രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ആക്കാൻ പറ്റുന്നത്. എല്ലാ ഭക്ഷണങ്ങളും ഒന്നും അവർക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ശരിയല്ലേ? എല്ലാ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പ്രോട്ടീനും വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കണം. സോ അവിടെ ഡയറ്റീഷ്യൻസ് കൃത്യമായിട്ട് നിർദ്ദേശിക്കും എല്ലാ ഭക്ഷണങ്ങൾ വേണമെങ്കിൽ ഇത്രയും ജ്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇത്രയും നമുക്കറിയാം ചിലപ്പോ റൈസ് ട്യൂബിലൂടെയൊക്കെ ഫുഡൊക്കെ എടുക്കേണ്ടി വരുന്നത് ക്രിട്ടിക്കൽ സ്റ്റേജിലാവുമ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ എടുത്ത് അത്യാവശ്യം മെഡിസിനോടൊക്കെ പ്രതികരിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നാച്ചുറൽ അവർക്ക് സാധാരണ രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അവരുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അതേ ടൈമിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഡോക്ടേഴ്സിന്റെ മാസം സേവനമല്ല അവിടെ അവൈലബിൾ ആക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അവിടെ നമുക്കറിയാം അനസ്തീഷ്യൻസ് അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഡയറ്റീഷ്യന്റെ ഒക്കെ സേവനങ്ങളും അവൈലബിൾ ആക്കി. ഓക്കെ, ജസ്റ്റ് പല പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു. സ്ട്രെങ്തനിങ് ആവുന്ന വരുമ്പോഴാണ് അവിടെ അഡ്മിഷനൊക്കെ വരുന്നത്. അവിടെ ഹൈലി സ്പെഷ്യലൈസ്ഡ് സിക്കറി യൂണിറ്റ് ആയിരിക്കും. അതായത് പലതരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഇതിന് 5 പേരുകളിൽ അറിയപ്പെടുന്നു. ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. ഓക്കെ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതാണ്. സോ ഈ ഒരു അബ്രിവേഷൻ ഫസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുന്നുണ്ടോ? എപ്പോഴും അബ്രിവേഷൻ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കാറ്. Patients are usually transferred to ICU after initial stabilization and emergency room. Patients in ICU after initial stabilization and emergency room. നമുക്കറിയാം പെട്ടെന്ന് ഒരു എമർജൻസിക്ക് വരുമ്പോഴൊക്കെ നമുക്ക് അവിടെ ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. നമ്മൾ അതിനൊരു എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഒബ്സർവേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഒക്കെ വരുന്നെങ്കിൽ അതേ ടൈമിൽ നമ്മൾ ICUയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നു. ഐസൊലേറ്റഡ് ആയിട്ട് പേഷ്യൻസിന് ആവശ്യമായിട്ട് വരുന്നു. അതിന്റെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ ഐസൊലേറ്റ് ചെയ്തതെന്നുള്ളത് ഓർമ്മിക്കാം. പടർന്ന് പിടിക്കാൻ ചാൻസുള്ള അസുഖങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്ത് തന്നെ ഒറ്റയ്ക്ക് തന്നെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ടാവണം. ഇതിന് കുറച്ച് പേടിച്ചേ ഉണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, അവിടെ ഐസിയു ട്രീറ്റ്മെന്റില് നമുക്ക് സേവനങ്ങൾ ലഭിക്കുന്നതായിട്ട് വരും. അതായത് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ സേവനങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ അനസ്തീഷ്യസിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യൻസ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡെർമറ്റോളജി വിഭാഗത്തിലേക്ക് പോവാം. കുഴപ്പമില്ലെങ്കിൽ നമുക്ക് പതിയെ പോകാനോ സ്പീഡിൽ നമുക്ക് മറ്റ് ക്ലാസ്സുകൾ പോലെ പോകാൻ പറ്റില്ല. കാരണം കുറച്ച് ബേസുകൾ നമ്മൾ ക്യാച്ച് ചെയ്തിട്ട്. അപ്പൊ ഡെർമറ്റോളജി എന്തായിരിക്കും? ഡെർമറ്റോളജി വിഭാഗം ഏത് വിഭാഗമാണ് ഡെർമറ്റോളജി? സ്കിന്ന്. എല്ലാവർക്കും സ്കിന്നിന്റെ കാര്യം ഒക്കെയാണ്. സ്കിൻ മാത്രമാണോ? സ്കിന്ന് അടുത്തത്
ഒരു കാര്യം നെയിൽ, സ്കിന്ന്, ഹെയർ, നെയിൽ അല്ലെ നമ്മളുടെ ബോഡിയില് നമ്മള് അല്ലെ നമുക്കറിയാം ഒരു സ്കിന്നിന് കളർ കുറഞ്ഞാലും അല്ലെ ഹെയർ കുറച്ച് പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വികൃതമായിട്ട് ഇരിക്കുന്നത് നമുക്ക് മുമ്പിൽ ടീച്ച് ചെയ്യാനൊക്കെ ഒരു മടിയാണ്. ഓക്കെ, അപ്പൊ നെയിലിന് അത്രയും പ്രശ്നം നമുക്ക് അനുഭവപ്പെടാറില്ല. നെയിലിന്റെ നല്ല ഭംഗിയിൽ വേണമെന്നൊന്നും ആവശ്യമില്ല. പക്ഷെ തീരെ മുടിയില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ തീരെ കളറില്ലാതെ വേറെ പിടിച്ചൊക്കെ ഒക്കെ അല്ലെങ്കിൽ കുറെ കുരുക്കള് കുറെ അല്ലെ അബ്നോർമാലിറ്റി പോലെ തോന്നിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഡോക്ടറുടെ സേവനങ്ങളൊക്കെ തേടാനായിട്ട് ശ്രമിക്കും. ഓക്കെ, വലിയ പ്രശ്നമില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിലൊന്നും ഒരു പ്രത്യേക കാര്യമൊന്നുമില്ല അല്ലെ, ശരിയല്ലേ? വേറെ സ്കിന്നിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമുക്കുള്ള കാര്യം നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് മറ്റുള്ളവരെ ഫെയിലൊക്കെ വരുന്ന അല്ലെ കുറെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഫീലിങ്സ് കൂടുതലാണ്. ഒരുപാട് ഹെയർ ലോസ് വരുമ്പോഴും ഭംഗി കുറയുമ്പോഴും കളർ കുറയുമ്പോഴൊക്കെ അതിന്റെ ഭയങ്കര ഫീലിങ്സ് ഒക്കെയാണ്. അപ്പൊ അവര് ഉടനടി ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു കുറെ കാലഘട്ടത്തേക്കാവും അല്ലെ കൂടുതലായിട്ട് ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ കോസ്മെറ്റോളജി വിഭാഗമൊക്കെ സ്പെഷ്യലായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? മിക്ക ഹോസ്പിറ്റലൊക്കെ അതിന് കുറച്ചുകൂടി പ്രാധാന്യങ്ങളൊക്കെ ഇല്ലേ? അല്ലേ, ജനറൽ വിഭാഗം ഒക്കെ പോലെ തന്നെ കോസ്മെറ്റോളജി വിഭാഗം, ഡെർമറ്റോളജി വിഭാഗത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യമായി. കാരണം നമുക്കറിയാം കൂടുതൽ പ്രിഫറൻസുകളൊക്കെ ഇതിനൊക്കെ കൂടുതൽ ചുറ്റുന്നുണ്ട്. അപ്പൊ ഡെർമറ്റോളജി വിഭാഗം എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഡെർമറ്റോളജി ഇസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഓഫ് സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. അതായത് ഏതെങ്കിലും സ്കിന്നും നെയിലും ഹെയറുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗ കാര്യങ്ങൾക്ക് അതൊക്കെ കണ്ടുപിടിക്കാനുണ്ടാക്കുന്ന രോഗനിർണയത്തിനും അത്തരത്തിലുള്ള അസുഖങ്ങളുടെ രോഗനിർണയത്തിനും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഡെർമറ്റോളജി വിഭാഗം. ഓക്കെ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഓഫ് സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. ഡെർമറ്റോളജി വിഭാഗം. And it offers a specialized treatment for all clinical general dermatological problems including disorders of the skin, hair and nail. Okay, നമ്മൾ സാധാരണ രീതിയിൽ ഡെർമറ്റോളജിയിലെ സാധാരണയായിട്ടുള്ള പ്രോബ്ലംസ്, അതായത് അതേ ഡിസോർഡർ ആയിട്ടുള്ള സ്കിന്നിലെ ചിലപ്പോൾ ഒരുപാട് കുഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ അത്യാവശ്യം പിന്നെ എന്താണ് കൊടുത്തു വരുന്ന ടൈമൊക്കെ തുടങ്ങി കുറെ മുടിയൊക്കെ പോയിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ സ്കിന്നാണെങ്കിലും നല്ല കളറിലൊക്കെ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുന്നു, പാടുകൾ വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഡിസീസസ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നു. നെയിലും എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കും. ചിലതൊക്കെ ആണെങ്കിലും ചില വിരലുകളൊക്കെ കുത്തിപ്പൊഴുക്കുകയും അല്ലെ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഡിസീസസ് എന്തുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടുപിടിക്കാൻ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ ഡിസീസസ് പുതിയ പുതിയ കുറച്ച് പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ട കുറച്ച് പേരുകളാണ്. അപ്പൊ നമ്മള് അതൊന്ന് ഓർത്ത് വെച്ച് പോകുമ്പോൾ കുറെ സ്പീഡിൽ പോകുന്നില്ല. പിന്നെ ഹെയർ നെയിൽ എന്താണെന്ന് നോർമലി നിങ്ങൾക്ക് അറിയാം. അതുമായി ബന്ധപ്പെട്ട ഡിസീസ് അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചില വേർഡുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. Whenever diseases are also advanced cosmetic dermatology services for management of problems like acne, scars, pigmentation, vitiligo, hair loss, hair fall, unwanted hair moles, warts, creasing, and aging skin. Okay. അപ്പൊ അതിനെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട പലതരത്തിലുള്ള ഡിസീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസീസുകളുണ്ട്. അതായത് നമുക്ക് മുഖക്കുരുകളൊക്കെ അല്ലെ ഒരുപാട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. മുഖക്കുരുക്കൾ അതൊക്കെ വല്ലാത്ത പോറലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് അല്ലെ. ആ പോറല് മാറ്റിയെടുക്കുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ. പിഗ്മെന്റേഷൻ എന്തെങ്കിലൊക്കെ നിറങ്ങളിലെ വേരിയേഷൻസ് സംഭവിക്കും. പ്രത്യേകിച്ച് മുഖത്തൊക്കെ വേരിയേഷൻസ് ധാരാളമൊക്കെ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊക്കെ കളറൊക്കെ വരുമ്പോൾ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ടെൻഷൻ ആയിട്ടുള്ള ഡോക്ടർക്ക് ശ്രമിക്കും. അതിൽ ഞാൻ പറയുന്നത് സാധാരണ രീതിയിൽ കളർ വേരിയേഷൻസ് ഓൾമോസ്റ്റ് ജനിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കളറൊക്കെ ആണെങ്കിൽ അത് മാറ്റിയെടുക്കാനൊക്കെ ശ്രമിക്കാതെ വലിയ
ദേശീയയുടെ കാര്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും വ്യത്യസ്ത കളറും വ്യത്യസ്ത മുഖവും അല്ലെ ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് തന്നെ ഉള്ളു. പക്ഷെ ഇത്തരത്തില് വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പാടുകളൊക്കെ അറിയപ്പെടാതെ അല്ലെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പാടുകളൊക്കെ വരുമ്പോൾ അത് നീക്കം ചെയ്യാനായിട്ട് പിഗ്മെന്റേഷൻസ് കളറിലുള്ള വേരിയേഷൻസ് സംഭവിക്കുന്നത്. വയറ്റിലേക്കോ എന്താണ് വയറ്റിലേക്കോ പാലിന്റെ രോഗങ്ങൾ അല്ലെ പാലിന്റെ രോഗങ്ങളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊണ്ട് പരിഹരിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. ഹെയർ ലോസ് ഹെയർ ഫോൾ ഒരുപാട് മുടികൾ കുഴിഞ്ഞു പോകുക നഷ്ടപ്പെടുക അൺവാണ്ടഡ് ഹെയർ ഓക്കെ നമുക്കറിയാം അല്ലെ. ഓക്കെ തീർച്ചയായിട്ടും കഷണ്ടികൾ ഒക്കെ അല്ലേ അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥകള് അൺവാണ്ടഡ് ഹെയർസ് മോൾസ് നമുക്കറിയാം അല്ലെ. ചെറിയ രീതിയിലൊക്കെ മോളുകൾ ഇട്ടൊക്കെ വരുന്ന അവസ്ഥ വാട്സ് അരിമ്പാറ പോലെയുള്ള കാര്യങ്ങളൊക്കെ റിംഗ്ലിംഗ് ആൻഡ് സ്കിൻസ് അല്ലെ. അതായത് എന്തെങ്കിലൊക്കെ വലിയ വലിയ കുരുക്കളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനൊക്കെ ഉന്മൂലനം ചെയ്യണമെന്ന് നമുക്കറിയാം. അതൊക്കെ കഴിച്ച് കളയുകയോ അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്ത് പരിധി വരെ നമുക്ക് ഒഴിവാക്കാനൊക്കെ സാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഡോക്ടേഴ്സിന്റെ സേവനം കാണാനായിട്ട് അല്ലാതെ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏത് വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടത്? അതാണ് പഠിക്കേണ്ടത്. ഏത് വിഭാഗത്തിനെ സമീപിക്കേണ്ടത്? ഈ വിഭാഗമാണ് വിഭാഗത്തിന്റെ പേര് മറന്നുപോയില്ല. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനമാണ് തേടേണ്ടി വരുന്നത്? ഡെർമറ്റോളജി. ഡെർമറ്റോളജി വിഭാഗത്തിന്റെ സേവനമാണ് തേടേണ്ടി വരുന്നത്. അപ്പൊ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക നമുക്ക് സ്കിന്ന് ഹെയർ നെയിൽ അത് മൂന്നുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഡെർമറ്റോളജി വിഭാഗമാണ്. ഡെർമറ്റോളജി വിഭാഗത്തിന് പലതരം പ്രോബ്ലംസുകൾ വരാനായിട്ടുള്ള സാധ്യതകളാണ് നമ്മൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് പഠിക്കാനില്ല ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞുപോയെന്നുള്ളൂ. ഓർത്ത് വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഭാഗം ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിസീസ് ഏത് ഡിസീസുമായി ബന്ധപ്പെട്ടതാണ്? സ്കിന്നിന് ക്ലിയർ ആയിട്ട് ബന്ധപ്പെട്ട ഡിസീസസ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? എനി ഡൗട്ട്? ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ താങ്ക് യു.